2025 കഴിയാറായല്ലേ? ഇനി ഏതാനും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എണ്ണി നോക്കുകയാണെങ്കില്. കഷ്ടി 2 മാസം കുറച്ച് ദിവസങ്ങളും. എത്ര പെട്ടെന്നാണ് ഒരു വർഷം കഴിഞ്ഞു പോണത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്. അല്ലേ? അതായത് 2024 അവസാനത്തില് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഈ ചാനൽ എവിടേക്ക് കൊണ്ടുപോകണമെന്ന് അറിയില്ലായിരുന്നു. കാരണം ഞങ്ങള് മുമ്പ് എപ്പളും പറഞ്ഞ പോലെ ഈ നാട്ടിൽ നിന്ന് മാറി ഓസ്ട്രേലിയയിലെത്തി ഇവിടെ നമ്മളുടെ കരിയറും ഫാമിലിയും കാര്യങ്ങളെല്ലാം ആയിട്ട് സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ നാളുകൾക്കും വർഷങ്ങളും കഴിയുമ്പോൾ നമുക്ക് നാടിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നാട്ടിലേക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം എല്ലാ പ്രവാസികളെയും പോലെ ഞങ്ങളെയും ഒരേ സമയത്ത് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു ആശയങ്ങളിൽ നിന്നും അങ്ങനെയുള്ള ആ ഒരു പ്ലാനിങ്ങുകളിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാം നമുക്ക് നമ്മളുടെ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പല പ്രായത്തിലുള്ള ആളുകളിലായിട്ട് ഒന്ന് ഇൻറ്ററാക്ട് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നേരിട്ട് മനസ്സിലാക്കാനും അതിലേക്ക് നമ്മൾക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാലോ എന്നൊരാഗ്രഹത്തിലാണ് ഞങ്ങൾ ഈ ചാനൽ ഇങ്ങനെ തുടങ്ങിയത്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പ്രത്യേകിച്ചും ഈ ഈ വർഷത്തെ ഒരു ഫെബ്രുവരി അല്ലെങ്കിൽ ഒരു മെയ് തൊട്ടൊക്കെ നമുക്ക് ഈ ചാനലിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രോത്തും അതിൻ്റെ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ഇടം പിടിച്ച ഒരവസ്ഥയും ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. കാരണം ഏകദേശം 26,000-ഓളം പേരാണ് നമ്മളുടെ ചാനലിലെ കണ്ടന്റുകൾ പല രീതികളിലേക്കും ഷെയർ ചെയ്ത് വിട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ നമ്മളുടെ ചാനൽ ഏകദേശം ഒരു 1,000,000 വ്യൂ അടുത്തെത്തിയിരിക്കുന്നു. ഇതൊക്കെ നമുക്കൊരു സന്തോഷം തരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി ആയിരക്കണക്കിന് ആളുകളാണ് ഈ ചാനലിൽ നമ്മൾ പറയുന്ന കണ്ടന്റ് കേട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. ഒത്തിരി പേര് ബിസിനസ് തുടങ്ങുന്നു. ഒത്തിരി പേര് ജീവിതത്തിൽ ഒരു റുട്ടീൻ ഉണ്ടാക്കുന്നു. ഒത്തിരി പേര് പൈസേനെ പറ്റി മാറി ചിന്തിച്ചു തുടങ്ങുന്നു. ഒത്തിരി പേര് ജീവിതത്തെ പറ്റിയും ചിന്തിച്ചു തുടങ്ങുന്നു. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ, അതുപോലെ ചില പുസ്തകങ്ങൾ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് പകർന്ന് തരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് ഞങ്ങൾ കരുതി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും ഈ പൈസ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഒത്തിരി ഗ്രാഹ്യമില്ല എന്ന് തോന്നിയായിരുന്നു. കാരണം നമ്മളുടെ ഒരു മൈൻഡ് സെറ്റിൽ, നമ്മുടെ ഒരു മലയാളി മൈൻഡ് സെറ്റിൽ എപ്പോഴും നന്നായി പഠിക്കുക, ജോലിക്ക് പോവുക, ആ ഒരു ജോലിയിൽ തന്നെ 10 30 40 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് റിട്ടയർ ആവുക, ആ ഒരു പാറ്റേൺ ജീവിതമായിരുന്നു. പക്ഷേ കാലം മാറി. ഇന്നത്തെ കാലത്ത് ഈ ജെൻസി, അതായത് പുതിയ തലമുറയൊന്നും അത്തരം ജോലികളോടൊന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും താല്പര്യപ്പെടുന്നില്ല. കാരണം അമേരിക്കയിലും അതുപോലെ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലൊക്കെയുള്ള പുതിയ സ്റ്റഡീസ് അനുസരിച്ച് ഇപ്പം ഞങ്ങളും അതിൻ്റെയൊക്കെ പല പല പഠനങ്ങളുടെയും പല പ്രൊജക്റ്റിൻ്റെയൊക്കെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്കറിയാം അവർക്കെല്ലാം ആ ഒരു ഇൻഡിപെൻഡൻസ് വേണം, അല്ലെങ്കിൽ അവർക്കൊരു സമയ സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറയില്ല, ഒരു ടൈം ഫ്രീഡം. അതിന് വേണ്ടിയിട്ടാണ് മിക്ക പുതിയ തലമുറ ക്രേവ് ചെയ്യണത്. കാരണം പ്രത്യേകിച്ച് ആ ഒരു കോവിഡിന് ശേഷം മനുഷ്യൻ ജീവിതത്തിനെ കണ്ടുകൊണ്ടിരുന്ന രീതിയോട് വലിയൊരു മാറ്റം വന്നിരിക്കുകയാ. അല്ലേ? കാരണം കോവിഡ് ഒറ്റയടിക്ക് എത്രയോ ലക്ഷക്കണക്കിന് ആളുകളെയാണ് നമ്മളുടെയൊക്കെ ഇടയിൽ നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയത്. അപ്പോൾ ജീവിതം അത്രമേൽ ക്ഷണികമാണെന്നും അതുകൊണ്ട് നമ്മൾക്ക് ആ സമയത്തിനാണ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടതെന്നും, അല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന പല മാറ്റേഴ്സും അല്ല യഥാർത്ഥത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും ലോകം തിരിച്ചറിഞ്ഞു. അത്തരം മാറ്റങ്ങൾ പടിപടിയായിട്ട് നമ്മളുടെ കേരളത്തിലും എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം കഴിഞ്ഞ ഒരു 3 4 മാസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങളെ ഇടപഴകിയിട്ടുള്ള പല ആൾക്കാരും അവർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം, എങ്ങനെ തുടങ്ങാന്നറിയില്ല, അത്തരം സബ്ജക്റ്റുകളായിട്ട് സംസാരിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ചാനലിൻ്റെ ഗ്രോത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് തന്നെ ഞങ്ങൾ ഇനീഷ്യലി ആ ഒരു പൈസേനെ പറ്റി തുടങ്ങി. അതായത് പൈസ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ, അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്ന ആ ഒരു മാറ്ററിനെ അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പൈസേനെ കാണാൻ പറ്റണം. അല്ലെങ്കിൽ ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് അറിയാൻ പറ്റണം. നമ്മുടെ ആ ഒരു സമയം കൊടുത്തിട്ടാണ് നമുക്ക് പണം ഉണ്ടാവുന്നത്. അത് നമ്മളുടെ ജീവിതത്തിൻ്റെ യൂണിറ്റുകളാണ് നമ്മൾ സമയം ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദെയർ ആർ മെനി അതർ വേയ്സ് ടു മേക്ക് മണി. ഇതെല്ലാമാണ് ഞങ്ങൾ ആദ്യം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഞങ്ങളും അത്തരം പാതകളിൽ കൂടെ കടന്നു പോയതാണ്. 2023 കൂടിയിട്ട് ഞാനും ലിജിനും റഷീദും ഞങ്ങൾ ഈ ചാനലിൻ്റെ ഭാഗമായിട്ടുള്ള 3 പേരും ഞങ്ങൾക്ക് വളരെ വെൽ പെയ്ഡ് ആയിട്ടുള്ള ഒരു ഏകദേശം 80-85 ലക്ഷത്തോളം രൂപ മാസം ശമ്പളം മാസമല്ല, ഒരു ആനുവൽ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത്. ക്ലോസ് ടു അത്രയും ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലിയിൽ നിന്നാണ് ഞങ്ങൾ ഒറ്റയടിക്ക് ഇറങ്ങി പുറത്തേക്ക് കടന്നു പോയത്.
പക്ഷേ അതിനുശേഷം ഞങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ, ഞങ്ങൾ ജീവിതത്തെ കണ്ട രീതിയിലുണ്ടായ മാറ്റങ്ങൾ, അതുപോലെ നിങ്ങളെ പോലെയുള്ള ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ, ഇതൊന്നും ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യേണ്ട സാധനങ്ങളല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ അത്തരം ടോപ്പിക്കുകളെ പറ്റിയിട്ട് സംസാരിച്ചു തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി പിന്നെ നമുക്ക് ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടുന്ന കോളുകളിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും മനസ്സിലായി നമ്മുടെ നമ്മുടെ തലമുറ ഡിസ്ട്രാക്റ്റഡ് ആണ്. അവർക്കൊരു ഗോളില്ല. കാരണം അവർക്കൊന്നും നല്ല മെന്റേഴ്സ് ഇല്ല. അവർക്കൊരു ഗൈഡൻസ് ഇല്ല. ഞങ്ങൾക്കും ഇല്ലായിരുന്നു ഒരു കാലം വരെ. പിന്നെയാണ് നമ്മളുടെയൊക്കെ ആ സമയത്തെ ഏതോ ഒരു യോഗം കൊണ്ടോ ഏതോ ഒരു സാഹചര്യങ്ങളുടെ ഒരു സൗകര്യം കൊണ്ടോ നമ്മളിങ്ങനെയൊക്കെ ആ സമയത്ത് എത്തിയെന്നുള്ളൂ. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ഭാവിയില് നിങ്ങൾക്ക് അങ്ങനൊരു നല്ലൊരു ഗൈഡൻസ് ഇല്ലെങ്കില്, നല്ലൊരു വഴി നമുക്ക് കാണിച്ചു തരാൻ ആളുകളില്ലെങ്കില്, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം എവിടെയാണ് ചെന്ന് നിൽക്കുക എന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. കാരണം അത്രയും ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾക്ക് ഫോൺ വഴിയും ഈ ഡിസ്ട്രാക്ഷൻ വഴി അല്ലെങ്കില് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫോൺ വഴി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത, എന്നാൽ എല്ലാത്തിനെയും വിശ്വസിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. ഇത് നമ്മളുടെ ഓരോരുത്തരും ജീവിതത്തില് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് ഞങ്ങള് അന്ന് കരുതിയിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ കരുതുന്നു. കാരണം നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ല. ഒരു മെന്റർ ഇല്ല. അല്ലെങ്കിൽ നമുക്കൊരു കോച്ച് ഇല്ല. നമുക്ക് ലൈഫിലൊരു ഗൈഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് പതറിപ്പോവും. ഇപ്പം നിങ്ങളുടെ സാഹചര്യത്തിലുള്ള ആൾക്കാര്, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളായിക്കോട്ടെ, നിങ്ങൾക്ക് പരിചയമുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പരിചയമുള്ള നാട്ടുകാരായിക്കോട്ടെ, അവർക്ക് നിങ്ങളുടെ ലൈഫില് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പരിധികളുണ്ട്. കാരണം അവരുടെ അറിവ് ചുരുങ്ങിയതാവാം, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ ചുരുങ്ങിയതാവാം, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരറിഞ്ഞ ജീവിതങ്ങളും ചെറുതായിരിക്കാം. ചെറുതല്ല, അവരെ സംബന്ധിച്ച് വലിയ ജീവിതങ്ങളായിരിക്കാം. പക്ഷെ നമുക്ക് മുന്നിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര ഗൈഡൻസ് അവരിൽ നിന്ന് നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നതില് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അതിനുശേഷം നമ്മൾ ആ ഒരു ഫോക്കസിനെ പറ്റി പറഞ്ഞു തുടങ്ങിയത്. നമ്മുടെ ആ ഒരു ഫോൺ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് സംസാരിച്ചു തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ അങ്ങനെ പോയി നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ്, ഇപ്പം മലയാളികൾ എപ്പോഴും സ്ട്രഗിൾ ചെയ്യണ നമ്മൾ ഓരോരുത്തരും സ്ട്രഗിൾ ചെയ്യണ ഒരു കാര്യമാണ്. ഒന്ന് ഫോക്കസ് ചെയ്യണം, ഒരു ഹാബിറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യണം, എങ്ങനെ നമുക്കൊരു നല്ല തീരുമാനങ്ങൾ എടുക്കാം. അത്തരം അത്തരം കണ്ടന്റുകളിൽ കൂടെയാണ് നമ്മളുടെ ഈ ചാനലിൻ്റെ ഒരു ജേണി ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ എത്തി ഒരു ഒരു ഒത്തിരി മുന്നിലോട്ട് എത്തുമ്പോൾ ഇപ്പം ഞങ്ങളാണെങ്കിലും ഞങ്ങൾ ഈ ഇപ്പോൾ ഒരു ആഹ്, ഒത്തിരി പേര് നമ്മളുടെ അടുത്ത് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു നല്ലൊരു ബിസിനസ് തുടങ്ങുന്നത്? എന്തായിരിക്കണം നല്ല ബിസിനസ്? എത്തരം ആശയങ്ങളാണ് ആളുകൾ പൈസ കൊടുത്ത് വാങ്ങുന്ന തരം ബിസിനസ്സുകൾ, അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തിന് നല്ലത് ചെയ്ത് നമ്മൾക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്ന രീതിയിൽ എങ്ങനെ ബിസിനസ് സെറ്റ് ചെയ്യാം? അതൊക്കെയായിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ 2, 3 വർഷത്തോളം ഞങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഏരിയ അതൊക്കെയായിരുന്നു. കാരണം അതില് നമുക്ക് കിട്ടുന്ന ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള് ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആ ഒരു പ്രായത്തിൽ അവർക്ക് വേണ്ട സഹായങ്ങള് ചെയ്തു കൊടുക്കുന്നു. അവർക്ക് വേണ്ട ട്രാൻസ്പോർട്ട് ഞങ്ങൾ ഞങ്ങൾ ബിൽഡ് ചെയ്ത ബിസിനസ്സുകളെല്ലാം ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളാണ്. ഇപ്പം ഞങ്ങൾ നാട്ടിൽ ചെയ്യാൻ പോകുന്ന ബിസിനസ്സുകളും ഒരു പരിധി വരെ അത്തരം ബിസിനസ്സുകളായിരിക്കും. അല്ലാതെ നമുക്ക് പ്രോഫിറ്റ് മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളെപ്പോലെയുള്ള ഈ സമൂഹത്തിലെ എൻ ഒരു 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 നല്ല രീതിയിൽ ജീവിച്ച് കാണണം, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് വളരാം എന്നുള്ളൊരു മോട്ടോ ആണ് ഞങ്ങളെപ്പോഴും ഏഹ്, ഉയർത്തിപ്പിടിക്കുന്നത്. ലെറ്റ് അസ് ഗ്രോ ടുഗദർ പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെ ചാനലും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇൻറ്ററാക്ഷനും എല്ലാം എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ അടുത്ത കഴിഞ്ഞൊരു 3 മാസത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നമ്മൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എങ്ങനെ നമ്മളുടെ ആശയങ്ങളെ നല്ലൊരു ക്ലാരിറ്റിയോട് കൂടിയിട്ട്, നല്ലൊരു കറേജസ് ആയിട്ട് എങ്ങനെ നമുക്കൊരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അതിലും നമ്മൾ പലപ്പോഴും ഫെയിലിയറാണ്. ഞാൻ ലോകത്തിൻ്റെ ഇങ്ങേ കോണിലിരുന്ന് ഒത്തിരി ഒത്തിരി വർഷം ഒരു മാനേജറായിട്ട് ഒരു വലിയൊരു സ്ഥാപനത്തിൽ ഒരു സെർവൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, മലയാളികളായിട്ടുള്ള ആളുകൾ ജോലികളിലേക്ക് കയറി വരുമ്പോൾ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അവർ പലപ്പോഴും പുറകിലോട്ട് നിൽക്കുന്നതും, അവർക്ക് കിട്ടേണ്ട അവസരങ്ങൾ ബാക്കി ഒത്തിരി ഈ മലയാളികളുടെ അത്രയും സ്കില്ലില്ലാത്ത ആളുകൾ ചാടി പിടിച്ച് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പവർ കൊണ്ട് കയറിപ്പോകുന്നു. സങ്കടത്തോടു കൂടി നോക്കി നിൽക്കേണ്ടതായിട്ടുള്ള പല അവസ്ഥകളും
ജനതകളും ഉണ്ടായിട്ടുണ്ട്. മലയാളികൾ അത്രയും മലയാളികളുടെ അത്രയും സ്കില്ലുള്ള ഒരു ജനത ഈ ലോകത്തിലുണ്ടോ എന്നെനിക്കറിയില്ല. കാരണം അത്രത്തോളം നമ്മൾ സ്കിൽഡ് ആണ്, അത്രത്തോളം നമ്മൾ കമ്മിറ്റഡ് ആണ്. പക്ഷേ അത്രത്തോളം ആ സ്കില്ലും കമ്മിറ്റും ഉള്ള നമുക്ക് അർഹിക്കുന്ന ഒരു ഒരു ജീവിതം നമ്മൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. കാരണം നമുക്ക് ഔട്ട്സൈഡ് ബോക്സ് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുകളാണ്. റിസ്ക് എടുക്കാൻ നമുക്ക് പേടിയാണ്. നമുക്ക് അതിലൊരു ഗൈഡൻസ് ഇല്ല. അത്തരം പല കാര്യങ്ങളെ കൊണ്ടും. അപ്പോൾ ഈ ഇത്തരം കണ്ടന്റുകളെല്ലാം ചാനലുകൾ മുന്നോട്ട് വരുമ്പോൾ ഒത്തിരി പേര് ഞങ്ങളെ പല രീതിയിലും നേരിട്ട് കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒന്ന് കുറച്ച് സമയം തരുമോ? ഒന്ന് സംസാരിക്കാൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ ചില സാഹചര്യങ്ങളെ കൊണ്ടും നമ്മളുടെ തിരക്ക് സ്കെഡ്യൂൾ കൊണ്ടും ഞങ്ങൾക്ക് സാധിക്കാറില്ല. പക്ഷേ ഈ വരുന്ന ഒക്ടോബർ 18-ാം തീയതി ഞങ്ങൾ നാട്ടില് കൊച്ചിയിലുണ്ട്. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞ് നാട്ടിൽ പോവും. ഒക്ടോബർ 18-ാം തീയതി ഞങ്ങൾക്കൊരു ഗസ്റ്റായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ട് കൊച്ചിയില്. പാലാരിവട്ടത്ത്. അത് കഴിഞ്ഞതിന് ശേഷം വൈകീട്ട് 4 മണി മുതല് എറണാകുളത്ത് ഒരു വെന്യൂ ഞങ്ങൾ കൺഫേം ചെയ്യും. ഒരു മീറ്റപ്പ് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കില്, ഞങ്ങൾ പറയുന്ന കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കില്, എങ്ങനെ ജീവിതത്തിനെ വേറിട്ട രീതിയിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കില്, എങ്ങനെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാം, എങ്ങനെ ഒരു ബിസിനസ്സിനെ സ്കെയിൽ അപ്പ് ചെയ്യാം എന്ന് പുറം രാജ്യങ്ങളിലെ എക്സ്പീരിയൻസ് കൊണ്ടുവരുന്ന ആളുകളാണ് ഞങ്ങള്. അത് അത്തരം ഞങ്ങളോട് നമ്മളുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണെങ്കില് കൊച്ചിയില് ഈ വരുന്ന ഒക്ടോബർ 18-ാം തീയതി നമുക്ക് നേരിട്ട് കാണാം. ഞാനും ലിജിനും അവിടെ ഉണ്ടാവും. റാഷിദ് ചില സാഹചര്യങ്ങളെ കൊണ്ട് അന്ന് അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ഒറ്റയ്ക്ക് സംസാരിച്ച് നിങ്ങളുടെ അടുത്ത് ഒത്തിരി ഇൻറ്ററാക്ട് ചെയ്യാൻ വരാറുണ്ട്. പക്ഷേ ഇനി കുറച്ച് നാളത്തേക്ക് എന്നെക്കൊണ്ട് ചിലപ്പോൾ അത് സാധിക്കുന്നുണ്ടാവില്ലായിരിക്കും. ഞാൻ നാട്ടില് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു വലിയ ഒരു ബിസിനസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ ഈ ജേർണിയിൽ ഇതേവരെ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി പറയാനാണ് ഞാൻ ഈ സമയത്ത് വന്നിരിക്കുന്നത്. എല്ലാ ആഴ്ചകളിലും വരുന്ന ആ ഒരു ബുക്കും അതിനോട് സംബന്ധിച്ചിട്ടുള്ള കഥകളും ഞങ്ങൾ തുടരും. പക്ഷേ ആഹ്, ഞങ്ങളെ നേരിട്ട് കാണാനായിട്ട് ഒക്ടോബർ 18-ാം തീയതി എറണാകുളത്തേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. പറ്റുവാണെങ്കിൽ വരിക. നമുക്കൊന്ന് സംസാരിക്കാം. നിങ്ങൾക്കും ഞങ്ങൾക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാം. നമ്മളങ്ങോട്ട് ഒന്നിച്ച് വളരണമെങ്കില് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കണല്ലോ. അതുകൊണ്ട് ഇപ്പം ഞങ്ങള് ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ വരുമെന്ന് ഉറപ്പുള്ള ആളുകളുടെ കുറച്ച് ഡീറ്റെയിലുകൾ കിട്ടാനാണ്. അത് ഞാന് ഇതിൻ്റെ ലിങ്കില് കൊടുക്കാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സില് കൊടുക്കാം. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഒത്തിരി പേര് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അതായത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ എന്താണ് അവർക്ക് ചോദിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത്, അതായത് എങ്ങനെയാണ് ഇത്രയും പുസ്തകങ്ങൾ വേഗത്തിൽ വായിക്കുന്നത്? എനിക്ക് ഈസിലി പറഞ്ഞു തരാൻ പറ്റും. എങ്ങനെയാണ് ഒരു നല്ല ബിസിനസ് ഉണ്ടാക്കുന്നത്? നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ലൈഫിൻ്റെ ഒരു മീനിങ് എന്താണ്? ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ എന്താണ്? കരിയർ എങ്ങനെയായിരിക്കും? അത്തരം ഞങ്ങൾക്ക് എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ഏരിയാസിലെല്ലാം ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതില് പ്രവേശനം സൗജന്യമാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ആദ്യത്തെ മീറ്റപ്പ് ആയതുകൊണ്ടാണ്. പക്ഷേ ഇനി ഞങ്ങളൊരു ഗ്ലോബൽ മീറ്റപ്പ് നെക്സ്റ്റ് ഇയർ തൊട്ട് ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി മാസീവ് ആയിട്ടുള്ള ബിഗ് ബിസിനസ് പ്രൊജക്ട്സുകളും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ആളുകളെ രക്ഷിക്കാനും, അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള ആളുകളുടെ ജീവിതത്തിൽ നല്ലൊരു വഴി കാണിച്ചു തരാനും പറ്റുവാണെങ്കിൽ ഞങ്ങളതിൽ വെരി ഗ്രേറ്റ്ഫുൾ ആണ്. അതുകൊണ്ട് എറണാകുളത്തുണ്ടെങ്കില് വരാൻ മറക്കരുത്. ഒക്ടോബർ 18-ാം തീയതി വൈകീട്ട് 4 മണിക്ക്. ഇതില് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കില് ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിലുകൾ ഞങ്ങൾക്ക് തരാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ നേരിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു. സീ യു.